ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മുത്തുമണികളെ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ രാവിലെ തന്നെ ചൂലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നും ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നമ്മുടെ ചട്ടിയും കലും അതുപോലെ തന്നെ ഈ അടിച്ചുവാരലും ക്ലീനിങ്ങും അലക്കും തുണി വിരിച്ചിടലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ബ്ലോഗൊക്കെ ചെയ്തിട്ട്, അപ്പം ഞാൻ എന്നും പറയാറുണ്ട് എനിക്ക് ബ്ലോഗ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറേശ്ശെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കുക്കിങ്ങായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ വ്യൂസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കുക്കിംഗ് ഇട്ടു, പക്ഷേ അതും ഈ പറഞ്ഞ പോലെ തന്നെ വ്യൂസൊക്കെ ഭയങ്കര കുറവാട്ടോ. അപ്പോൾ പിന്നെ ബ്ലോഗിലേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ കുറേ അങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒരെണ്ണം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും മാറ്റി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അടിച്ചു വാരലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ മുറ്റം മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡും അടിച്ചു വരാനുണ്ട്, കുറേ അധികം തന്നെ അടിച്ചു വരാനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇലകളൊക്കെ ഇപ്പോൾ കാറ്റായ കാരണം കൊണ്ട് തന്നെ ഇലകൾ നല്ല പോലെ തന്നെ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാറ്റുകാലത്ത് നമുക്ക് മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന എണ്ണയും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് ഇന്നത്തെ വീഡിയോയിലില്ല, ഞാൻ നാളെയൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾ എന്തായാലും പുഴുങ്ങി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതേ തീയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചാള. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. കുറച്ചെടുത്ത് കറി വെച്ചു, ബാക്കിയുള്ളത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് നന്നാക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെയോ ഇന്നലത്തെയോ വീഡിയോസൊന്നും അല്ല കേട്ടോ. ഈ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണേ. അപ്പോൾ നമുക്ക് ഇന്നും ഇങ്ങനെ അത് അന്നത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ പാത്തോസിന് ഇവിടെ ജലദോഷവും എനിക്കതുപോലെ തന്നെ കഴുത്ത് വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അധികം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ തന്നെയാണ് കേട്ടോ വലിയ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പെങ്ങൾ വരുന്നൊക്കെ അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ബ്ലോഗിൽ കേട്ടോ. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ ഇന്നിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയേക്കാണ്. അപ്പം അവരെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ അകത്ത് കളിയിലാണ് കേട്ടോ. പാത്തൂസ് എൻ്റെ പുറകെ തന്നെ, ആര് വന്നാലും വന്നില്ലെങ്കിൽ പാത്തൂസ് എൻ്റെ പുറകെ നിന്ന് മാറില്ല കേട്ടോ. പിന്നെ മീൻ കറി ആക്കി എടുത്തിട്ടുണ്ട്, മുളകിട്ട കറിയാണ് കേട്ടോ. ചട്ടിയിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കൂടെ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാനിതിൽ ബിരിയാണി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ അത് കരിഞ്ഞ് ആകെ അടി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചൂടാക്കിയെടുത്ത ബിരിയാണി ഉണ്ടാക്കിയപ്പോഴല്ല കേട്ടോ, ചൂടാക്കിയെടുത്ത സമയത്ത് ഞാനത് മറന്നു പോയിട്ട് അങ്ങനെ കുറച്ച് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു കളർ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജീവിതത്തിൽ അതിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആ സ്റ്റീൽ പാത്രം അതെന്ന് വെച്ചാൽ ഭയങ്കര കനം കുറവുള്ളതായിരുന്നു. അപ്പോൾ കുറച്ചുണ്ടാക്കിയത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതായിരുന്നു. പിന്നെ ഞാനിത് കുറച്ച് നമ്മുടെ പരിപ്പില്ലേ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിളക് ജാറും ഉണ്ട്, അതുപോലെ തന്നെ മീൻ പൊരിച്ചെടുക്കുക, പിന്നെ കുറച്ച് പരിപ്പും ഉണ്ടാക്കിയെടുക്കുക വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അവർ വന്നന്ന് ചിക്കനും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. സുഡാപ്പിയുടെ പിറന്നാളിൻ്റെ ആ സമയത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചെങ്കിലും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ കുറേ വീഡിയോസ് അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി പുതിയതൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ എടുത്തതൊക്കെ ഒരു ഇതല്ലായി പോകുമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പരിപ്പൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാനൊരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് കടുക് കാച്ചെടുക്കാനാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് റെഡി ആയതിൻ്റെ ശേഷം അതിൻ്റെ ഇടയിൽ പാത്തൂസ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചായയൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ കുക്കർ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കുക്കർ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടയ്ക്കാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ. പുതിയതായ കാരണം കൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വേണം അതൊന്ന് അടച്ചെടുക്കാനായിട്ട്. ഭയങ്കര ടൈറ്റാണ് കേട്ടോ.
പിന്നെ അങ്ങനെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ എയർ കളഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഭയങ്കര ബലം, പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ. പക്ഷേ അവർ പറഞ്ഞ കാരണം കൊണ്ട് അങ്ങനെ ഒരു ഇതില്ല, അല്ലെങ്കിൽ ഞാനത് കുക്കർ തിരിച്ച് കൊടുത്തതിന് കേട്ടോ, എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അങ്ങനെ പരിപ്പ് അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ എല്ലാ പണികളും കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതി കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർ കിടക്കലിരുന്നിട്ട് കളിക്കുക, നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. നമ്മുടെ മക്കളുള്ളപ്പോൾ തന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ആളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും ഒന്നും കൂടി ഇതാവുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ വേഗം തന്നെ അവിടേക്ക് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തുള്ളൂ കേട്ടോ. പിന്നെ മീൻചാറ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഡാപ്പി ഇവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് ഇവിടെ എന്താ പണി എന്നുള്ളത്. അപ്പോൾ മീൻകറി ആയതുകൊണ്ടപ്പോൾ ആളങ്ങനെ പോയിട്ടോ. ഇനി നമുക്ക് വേഗം ചാള ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല പുരട്ടുന്ന ടൈമിൽ ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബിരിയാണി മസാല ഇതിൽ കാരണം ഞാൻ സ്റ്റോക്കാക്കി വെച്ചേക്കാണ്, എല്ലാത്തിലും അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ അതിലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട്, ആ സൈഡിലേക്ക് ആരും നോക്കണ്ട കേട്ടോ. പാത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കളും കൂടി ആയപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നിടും. പിന്നെ നമ്മൾ ശരിക്കും എന്തായാലും അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പാത്രവും കഴുകി അടിച്ചൊക്കെ അങ്ങോട്ട് വാരി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അലക്കലൊക്കെ തലേദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് ഇപ്പോൾ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടത് കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂലിൻ്റെ കാര്യത്തിലൊരു സമാധാനമായി, ചൂല് കാരണം കിട്ടിയ കാരണം കൊണ്ട് അടിച്ചു വരാനും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സുഡാപ്പിയുടെ പിറന്നാളിന് സുഡാപ്പിയുടെ ഫ്രണ്ട് ഷിഫാന, അതായത് നമ്മുടെ ലവ് ബേഡ്സ് ചാനലിലത്തെ സജനത്ത് എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. എനിക്കല്ല, എൻ്റെ സുഡാപ്പിക്ക് പിറന്നാളിന് പെൻസിലും പിന്നെ പേനയും കേട്ടോ ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. കുറേ ലൂർ പെൻസിലും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 പേനയും ഉണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോയിൽ വിട്ടുപോയതാണ്, വീഡിയോ എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ബ്ലോഗ് ഇടുന്ന ദിവസം ഒന്നും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കേട്ടോ. പക്ഷെ ഇന്നാണ് അതൊന്ന് ഒത്ത് കിട്ടിയത് കേട്ടോ. പിന്നെ ഈ പാത്രം ഇത് ഉമ്മ വന്നപ്പോൾ കൊണ്ടതാണ്, 5 എണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ. ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോഴാണ് കേട്ടോ എനിക്കൊരു ഇതായത്, എന്ന് വെച്ചാൽ ആകെ 200 രൂപയുള്ളൂ, എന്നാൽ 5 പീസ് ഉണ്ട് കേട്ടോ. അതിൽ ലാഭമാണ് കേട്ടോ, നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇനിയിപ്പോൾ പാത്രം ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് അടച്ച് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ 5 എണ്ണമാണ്, ഏറ്റവും ചെറുതാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ വലുത്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ ചെറുത് മുതൽ അങ്ങനെ വലിപ്പം വരെ ഉള്ള എല്ലാ ഇതും ഒരു 5 ബൗൾസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെറുതിന് ആദ്യം തന്നെ ഒരാളെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലും എനിക്ക് സ്കൂളിലേക്ക് കറി കൊണ്ടുപോകാനാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് മുകളിലേക്കുള്ളതാണ് സുഡാപ്പിയും പിടിച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടോ. ബാക്കി 3 പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ മൈക്രോവൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു എണ്ണം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ക്വാളിറ്റി അധികം അങ്ങോട്ട് കുറവാന്ന് തോന്നുന്നുണ്ട്. 200 രൂപയല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂടുള്ളതൊന്നും അങ്ങനെ ആക്കി വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എല്ലാവരും ഉള്ളതെല്ലാം അങ്ങനെ പാർക്കിലേക്ക് പോകാൻ വെച്ചിട്ട് അങ്ങനെ പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരത്തെ പാർക്കിൽ തന്നെയാണ് കേട്ടോ, വേറെ എവിടെയല്ല. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് തന്നെയുള്ളൂ. ചെറിയ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ചെറുതല്ല, എന്നാൽ അധികം വലുതുമല്ല കേട്ടോ, ആ രീതിയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പാർക്കിലെത്തിയപ്പോൾ പെങ്ങളും മോളും കൂടിയിട്ട് അങ്ങോട്ട് പൈനാപ്പിളും അതുപോലെ തന്നെ പച്ചമാങ്ങ അരിഞ്ഞിട്ടിട്ട് അതിൽ മുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പുറകെ ഓടാനേ ടൈമുള്ളൂ കേട്ടോ. സുഡാപ്പിയും വാവാച്ചി ആദ്യം തന്നെ ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. മൂത്താളും പെങ്ങളും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇത് ഉമ്മയും ഞാനും കൂടി ഇവിടെ വന്നിട്ട് മരത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കളിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ മരങ്ങളുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ കാക്ക പണി തരുമോ എന്നുള്ള പണി നോക്കണം കേട്ടോ, വേറെ ഒന്നുമല്ല. കുറേ കാക്കകൾ വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അടിയിൽ എന്തെങ്കിലും കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അടിയിൽ വന്നിരിക്കുന്ന സമയത്തോ അവർ നമുക്ക് പണി തരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇവർ സുഡാപ്പി ഇഴുകി കളിക്കുന്നുണ്ട്. 3 ആളിങ്ങനെ കേട്ടോ, എൻ്റെ മൂത്താളും ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ആളിത് ഇങ്ങനെ ഇഴുകി കളിക്കുന്നുണ്ട്. പിന്നെ പാത്തൂസ് മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. പാത്തൂസ്
അപ്പോൾ ആളെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വരുമ്പോൾ. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന ടൈമിൽ പാത്തൂസ് നല്ല ഉഷാറായിരുന്നു. ആ സമയത്ത് പാത്തൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുള്ള കാര്യം പറയാലോ. ഇതിപ്പോൾ ഉറങ്ങിയ കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് ആൾ ഭയങ്കര വാശിയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങളിത് പൈനാപ്പിളും മാങ്ങയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഈ പറഞ്ഞ പോലെ ഉപ്പും മുളകൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പൈനാപ്പിളിന് ചെറിയൊരു പീസ്, അതുപോലെ തന്നെ മാങ്ങയായാലും ഞാൻ അധികം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെ ഒക്കെ കൂടി അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങയൊക്കെ ഉപ്പിലിട്ടൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ പാത്തൂസ് ഉറങ്ങിയ കാരണം കൊണ്ട് തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായിട്ടോ, എണീറ്റോ അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വാശി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. ഇങ്ങനെ അധിക നേരം അങ്ങോട്ട് കളിച്ചൊന്നുമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ദേഷ്യം വന്നു. പിന്നെ എടുക്കണം എന്നുള്ള വാശിയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് സമ്മതിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പാർക്കിൽ പോയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടേതായാലും ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവളവിടെ മീനിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് മുകളിൽ കയറ്റി എടുത്തിട്ടുണ്ട്. പക്ഷേ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ, ഉറങ്ങിയിട്ടായിരുന്നു. പിന്നെ ഇവിടെ വെളിച്ചം ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. മരത്തിൻ്റെ മുകളിൽ, മരത്തിൻ്റെ ഒരു വള്ളിയാണ് കേട്ടോ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പാത്തൂസ് അവിടെ അടുത്ത് നിന്ന് നോക്കുന്നുണ്ടെങ്കിലും പിന്നെ ആൾ വലിയൊരു ഇതൊന്നും ആയില്ല കേട്ടോ. പിന്നെ ആൾക്കും കയറണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കയറ്റി എത്തിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മുകളിലേക്കാണ് കേട്ടോ കയറിപ്പോയത്. മുകളിലും ഈ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ നിറച്ച് പുല്ലൊക്കെ ആയിട്ടാണ് കേട്ടോ സംഭവം ഉള്ളത്. അപ്പോൾ ഇവർ അവിടെ ഓടി കളിക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും കയറുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു മരം. പക്ഷേ ഈ മരം വെട്ടിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ. ആദ്യത്തേനും കാര്യം ഭയങ്കരമായിട്ട് കുറവായിട്ടുണ്ട് മരത്തിൻ്റെ ചില്ലകളൊക്കെ അങ്ങോട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് സൂം ചെയ്തെടുത്തോ, പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ കളറ് കാരണം കൊണ്ട് തോന്നുന്നത് നല്ല ക്ലിയർ ആയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ മരത്തവലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ആളും മരത്തമ്മലൊക്കെ കയറിയിട്ടുണ്ട്. പാത്തൂസിൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ. പാത്തൂസ് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾ ഇറങ്ങുകയും ചെയ്തു. കുറച്ച് നേരം ഒന്നും ഇങ്ങനെ ഓടി കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോകണം എന്നുള്ള വാശിക്കായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ മൂത്തവരെന്നെ കുടിച്ചൊക്കെ തീർത്തു. പാത്തൂസ് ചോദിച്ച ടൈമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ പോകാൻ നേരത്തെ അങ്ങനെ മേടിച്ചിട്ട് അങ്ങനെ പോകാമെന്നുള്ളതിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പുറത്ത് നമ്മൾ കയറുന്നവിടെ തന്നെ ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മേടിച്ചില്ല കേട്ടോ. ഇവർ ആകെ ഒലിപ്പിച്ച് പിന്നെ നമ്മൾ പോകുന്ന ടൈം ആകുമ്പോഴേക്കും ആകതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാത്തൂസ് ഈ ഉറങ്ങിയ വാശിയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ തട്ടുകടയിൽ കയറി അവിടെ നിന്ന് കൊള്ളിയും പൂട്ടിയാണ് കേട്ടോ മേടിച്ചത്. പിന്നെ കാടാമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് പുഴുങ്ങിയത് അവിടെ നിന്ന് കഴിക്കാനായിട്ട് കേട്ടോ. റോസ്റ്റ് വെറുതെ മുളക് ഇതൊക്കെ മസാല ആക്കിയിട്ട് അതൊക്കെ അവിടെ നിന്ന് അവർ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ ഇറങ്ങി ഗേറ്റ് അടയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കടന്നിട്ട് പൊറോട്ട മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ പൊറോട്ടയൊക്കെ മേടിച്ചു കേട്ടോ. പൊറോട്ടയും ചില്ലി ചിക്കനാണ് കേട്ടോ മേടിച്ച്, ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെയും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.